മനുഷ്യത്വം മരവിച്ചു പോകുന്നൊരു വാർത്ത. 2026 ഇപ്പോഴും ഒരു പരിഷ്കൃത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന താലിബാന്റെ പുതിയ ശിക്ഷാ നിയമങ്ങൾ കേട്ടാൽ മനുഷ്യനെന്ന് പറയാവുന്നവരുടെ മനുഷ്യത്വം ഉള്ളവരുടെ ചോര തിളയ്ക്കും. താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തിറക്കിയ ക്രിമിനൽ കോഡ് 2026 ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ അസ്ഥി ഒടിഞ്ഞില്ലെങ്കിൽ ഭർത്താവിന് അവളെ തല്ലാം. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തിറക്കിയ പുതിയ ക്രിമിനൽ കോഡിലെ പച്ചയായ വരികളാണ്. ഇത് മാത്രമല്ല, അടിമത്തം നിയമപരമായി തിരിച്ചു കൊണ്ടുവരികയും സ്ത്രീകളുടെ ശബ്ദം പോലും വീടിന് പുറത്ത് കേൾക്കുന്നത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. അഫ്ഗാൻ സ്ത്രീകളെ വെറും സ്വത്തായി മാത്രം, സ്ത്രീകളെ വെറും കന്നുകാലികളെ പോലെ കാണുന്ന അവരുടെ നിലവിളികളെ നിയമം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഈ ക്രൂരതയ്ക്ക് താലിബാൻ നൽകുന്ന പേര് സദാചാരം എന്നാണ്. സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഈ ജെൻഡർ അപ്പാത്തീഡ് നിയമങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇത് ലോകം അറിയേണ്ട നീതികേടാണ്. സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായി മാത്രം കാണുന്ന അവരുടെ അവകാശങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഈ ക്രൂര നിയമത്തെക്കുറിച്ച് റവാദാരി പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട വിവരങ്ങൾ ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ 119 ആർട്ടിക്കിളുകൾ അടങ്ങിയ നിയമം? അഫ്ഗാൻ സ്ത്രീകൾക്ക് ഇനി നീതി ലഭിക്കില്ലേ? പരിശോധിക്കാം. 2026 ജനുവരി 7-നാണ് താലിബാൻ സുപ്രീം ലീഡർ ഹിബത്തുള്ള അഖുൻസാദ ഈ പുതിയ ക്രിമിനൽ പ്രൊസീജിയർ റെഗുലേഷൻസ് ഒപ്പിട്ടത്. അതീവ രഹസ്യമായി നടപ്പിലാക്കിയ ഈ നിയമം ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ഇതിലെ ഏറ്റവും ഭയാനകമായ കാര്യം ആർട്ടിക്കിൾ 32 ഇതനുസരിച്ച് ഒരു ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചാൽ പോലും അത് ബോൺ ഫ്രാക്ചേഴ്സ്, അസ്ഥി ഒടിയുന്ന തരത്തിലോ മാംസം പിളരുന്ന തരത്തിലോ അല്ലെങ്കിൽ ശരീരത്തിൽ പാടുകൾ വീഴുന്ന തരത്തിലോ ഉള്ളതെങ്കിൽ അതൊരു കുറ്റമല്ല. ഇനി അസ്ഥി ഒടിഞ്ഞാൽ പോലും ഭാര്യ കോടതിയിൽ ചെന്ന് അത് തെളിയിക്കണം. എന്നാൽ താലിബാന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് പുരുഷ തുണയില്ലാതെ കോടതിയിൽ പോകാനോ നീതി തേടാനോ സാധിക്കില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിന് നൽകുന്ന ശിക്ഷയേക്കാൾ കുറവാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് ഈ നിയമത്തിൽ പറയുന്നത്. ഭാര്യയെ അതിക്രൂരമായി തല്ലിയാൽ പോലും ഭർത്താവിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് വെറും 15 ദിവസത്തെ തടവ് മാത്രമാണ്. അതേസമയം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുക്കളെ സന്ദർശിച്ചാൽ അവൾക്ക് ലഭിക്കുന്നത് 3 മാസം വരെയുള്ള തടവാണ്. ഇതാണോ നീതി? ലോകം അടിമത്തം അവസാനിപ്പിച്ചിട്ട് കാലങ്ങളായി. എന്നാൽ ഈ പുതിയ നിയമത്തിലെ ഭീകരമായ മറ്റൊരു വശം ഇതാണ്: അടിമത്തം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 119 ആർട്ടിക്കിൾസ് ഉള്ള ഈ പുതിയ റെഗുലേഷനിൽ ഖുലാം എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യരെ അടിമകളാക്കി വെക്കുന്ന രീതിക്ക് താലിബാൻ നിയമസാധുത നൽകിയിരിക്കുന്നു. ആധുനിക ലോകം എവിടെ എത്തി നിൽക്കുന്നു? അഫ്ഗാനിസ്ഥാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കും. ലേബൽ ചെയ്യപ്പെടാത്ത ഈ പുതിയ നിയമപ്രകാരം അഫ്ഗാൻ സമൂഹത്തെ 4 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മതപണ്ഡിതന്മാരാണ്, റിലീജിയസ് സ്കോളേഴ്സ്. ഇവർ എന്ത് തെറ്റ് ചെയ്താലും വെറും ഉപദേശം നൽകി വിട്ടയക്കാം. ഇവർക്ക് നിയമത്തിൽ നിന്ന് പ്രത്യേക പരിരക്ഷയുണ്ട്. രണ്ടാമത്തേത് പ്രഭുക്കന്മാർ അഥവാ നോബൽസ്. ഇവർക്കും കടുത്ത ശിക്ഷകളില്ല. പിന്നെ വരുന്നത് മധ്യവർഗം, മിഡിൽ ക്ലാസ്. ഇനി ശേഷം താഴെത്തട്ടിലുള്ളവർ. ഈ സാധാരണക്കാർക്ക് മാത്രമാണ് ചാട്ടവാറടിയും ജയിൽ ശിക്ഷയും. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരല്ല എന്ന ക്രൂരമായ വിവേചനമാണ് താലിബാൻ നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ ശബ്ദം പോലും താലിബാന് ഒരു ഭീഷണിയാണ്. പുതിയ നിയമപ്രകാരം സ്ത്രീകൾ പൊതുസ്ഥലത്ത് ഉറക്കെ സംസാരിക്കുന്നത് നിരോധിച്ചു. അവരുടെ ശബ്ദം വീടിന് പുറത്ത് കേൾക്കാൻ പാടില്ല. മാത്രമല്ല, സ്ത്രീകൾ പൊതുസ്ഥലത്ത് സംസാരിക്കുന്നത് സദാചാര വിരുദ്ധമായി കണക്കാക്കി ശിക്ഷിക്കാം. പെൺകുട്ടികൾ പാടുന്നതും കവിത ചൊല്ലുന്നതും കടുത്ത നിയന്ത്രണത്തിലാണ്. ആൺ ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല. എന്നാൽ പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കാത്തതിനാൽ അവിടെ പെൺ ഡോക്ടർമാരുമില്ല. ഇതിന്റെ ഫലമായി 2026 അഫ്ഗാനിസ്ഥാനിലെ പ്രസവ മരണ നിരക്ക് 50% വർദ്ധിക്കുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകുന്നത്. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ വാരം ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ ശാരീരിക സുരക്ഷ പോലും നിയമപരമായി ഇല്ലാതാക്കിയിരിക്കുകയാണ്. നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവസ്ഥ ദയനീയമാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, സ്ത്രീകൾക്ക് ജോലിയില്ല, സ്ത്രീകൾ പൊതുസ്ഥലത്ത് സംസാരിക്കുന്നത് പോലും നിരോധിച്ചിരിക്കുകയാണ്. സദാചാര പോലീസ് വീടുകളിലും വിപണികളിലും നിരീക്ഷണം നടത്തുകയാണ്. ഹിജാബ് ശരിയല്ലെന്നോ ശബ്ദം പുറത്ത് കേട്ടെന്നോ പറഞ്ഞ് ഏത് നിമിഷവും സ്ത്രീകളെ പരസ്യമായി ശിക്ഷിക്കാം, പരസ്യമായി ചാട്ടവാറിന് അടിക്കാം. കോടതികളിൽ സാക്ഷി പറയാൻ പോലും സ്ത്രീകൾക്ക് പുരുഷ തുണയില്ലാതെ അനുവാദമില്ല. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരിടത്ത് സ്ത്രീകളുടെ ജീവൻ ഒരു മൃഗത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത നിയമങ്ങൾ നിലനിൽക്കുന്നു എന്നത് പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഈ ഇരുണ്ട യുഗം എന്നാണ് അവസാനിക്കുന്നത്? 2026 ജീവിക്കുമ്പോൾ ഒരു ജനത മുഴുവൻ ഇതുപോലെ ഒരു തുറന്ന ജയിലിൽ കഴിയുകയാണ്. സ്ത്രീകളെയും പെൺകുട്ടികളെയും വെറും അടിമകളായി കാണുന്ന ഈ കിരാത നിയമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം എപ്പോഴാണ് ശക്തമായി പ്രതികരിക്കുക? ഇതിനെ വെറും ഒരു ആഭ്യന്തര പ്രശ്നമായി തള്ളിക്കളയാൻ നമുക്കാകില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.